നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പഞ്ചതന്ത്രത്തിലൊരു കഥ പറയാമെന്ന് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എനിക്ക്. എന്തായാലും ഞാൻ ഉഷാറായിട്ട് വന്നിരിക്കുന്നു. ഇതിലെ പഞ്ചതന്ത്രത്തിലെ 3 തന്ത്രങ്ങളും കഴിഞ്ഞു. ഇത് 4ാമത്തെ തന്ത്രമാണ്. പാടലിപുത്രത്തിലെ രാജകുമാരെ സോമശർമാവ് എന്ന മഹാഗുരു കഥകളിലൂടെ ആ രാജകുമാരന്മാരും മണ്ടന്മാരെന്നേ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രാജാവിന്, ഒരു ഭരണകർത്താവിന് ഉണ്ടായിരിക്കേണ്ട 5 ശീലങ്ങളിൽ, 5 തന്ത്രങ്ങളിൽ അവർ പഠിക്കേണ്ടതായ, അറിഞ്ഞിരിക്കേണ്ടതായ 5 തന്ത്രങ്ങളാണ് പഞ്ചതന്ത്രങ്ങൾ എന്ന പേര്. ഇത് ഭാരതത്തിൻ്റെ സമ്പത്താണ്. നമ്മുടെ രാഷ്ട്രമീമാംസ, രാഷ്ട്രപരമായ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ പഞ്ചതന്ത്രത്തിനും നല്ലൊരു സ്ഥാനമുണ്ട്. ഇതിൽ 4ാമത്തെ തന്ത്രം, 3 തന്ത്രങ്ങളും നമ്മൾ കഥകളായിട്ട് പറഞ്ഞു. 4ാമത്തെ തന്ത്രം ലബ്ധനാശം. അതാണ് ലബ്ധനാശത്തിന് വെച്ചാൽ കിട്ടുക, നഷ്ടപ്പെടുക, രണ്ടും സംഭവിക്കും ഈ കഥകളിലൂടെ. ഈ ധനവും ബന്ധുജനങ്ങളും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പണം വേണം, ജീവിക്കാൻ പണം വേണം, പണം ധാരാളം വേണം. പണമുള്ളവരെ സമൂഹത്തിൽ സ്ഥാനമുള്ളൂ, മാന്യതയുള്ളൂ, ഒക്കെ ശരിയാണ്. അതുപോലെ തന്നെ ബന്ധുജനങ്ങളും വേണം. ബന്ധുജനങ്ങൾക്ക്, നമുക്ക് സ്വന്തക്കാരായിട്ട്, ബന്ധുക്കളായിട്ട് ധാരാളം പേരുണ്ടെങ്കിൽ അത് ജീവിതത്തിലൊരു ധൈര്യം തന്നെയാണ്. പക്ഷേ ഇവയെ ത്യജിച്ചാൽ, അതായത് പണം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാൽ, നമുക്ക് പണമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബന്ധുജനങ്ങൾ നമുക്കില്ല എങ്കിലും നമുക്കാരും സുഹൃത്തുക്കളായിട്ട് ഉണ്ടാവുകയൊന്നുമില്ല. അപ്പം കയ്യിലുള്ളതെല്ലാം കളഞ്ഞു കുളിച്ച് സ്വയം നശിക്കുന്നൊരു വിഭാഗമായി നമ്മൾ മാറരുത്. അപ്പം ലബ്ധനാശം എന്ന 4ാം തന്ത്രം ഉപദേശിച്ചുകൊണ്ടാണ് സോമശർമാവ് കഥകൾ തുടർന്നത്. കുരങ്ങന്മാരുടെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ചപലന്മാരെന്നാണ് അവരെ പറയുക. വലിയ ആലോചനയൊക്കെ ഇല്ലാതെ കൊണ്ടാണ് അവരുടെ പ്രവർത്തികൾ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പണ്ടൊരു രാജ്യത്ത് ഒരു പ്രായമായ കുരങ്ങനാണ്. പ്രായമായതാണെങ്കിലും ആരോഗ്യം തമ്മിൽ കഷ്ടിയാണ്, പ്രായവുമായി. പക്ഷെ അദ്ദേഹം എങ്ങനെയോ ആ കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ നിന്നും ചാട്ടം പിഴച്ച് ഒരു പുഴയുടെ തീരത്ത് വന്ന് വീണു. ഒറ്റപ്പെട്ടു പോയി ഈ കുരങ്ങൻ. തൻ്റെ കൂട്ടുകാരോ ബന്ധുമിത്രാദികളോ സമ്പത്തോ കാര്യങ്ങളോ കൊച്ചുമക്കളോ ഒന്നും കൂടെയില്ല. മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി ചാടി സ്ഥലം മാറിക്കൊണ്ടിരിക്കെ ഈ കുരങ്ങൻ, പ്രായം ചെന്ന ഈ കുരങ്ങൻ ചാട്ടം പിഴച്ച് ശിംശുമാരൻ എന്നാണ് ഇവിടേക്ക്. ആ കുരങ്ങൻ്റെ പേര് ഈ കുരങ്ങൻ ഒരു അത്തിമരമുണ്ട് പുഴയുടെ തീരത്ത്. പതുക്കെ വീണിടത്ത് നിന്ന് നടന്ന് ആ അത്തിമരത്തിൽ ചെന്ന് പെട്ടു. അത്തിമരത്തിൽ കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ധാരാളം അത്തിപ്പഴങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പഴുത്ത് പാകമായിട്ടുള്ളത്. പറ്റാവുന്നിടത്തോളം കൂടെ തിന്നു, ഒരുപാട് തിന്നു. തൻ്റെ വയറ് നിറഞ്ഞ് പൊട്ടാറായി. ആ മരശിഖരങ്ങളിൽ തന്നെ ചാഞ്ഞ് കിടന്നൊന്നും മയങ്ങി. അങ്ങനെ മയങ്ങിയപ്പോൾ പെട്ടെന്നൊരു ചെറിയ കാറ്റ് വന്നു. അപ്പോൾ ആ കാറ്റ് വന്നപ്പോഴെന്തുണ്ടായി, ഈ അത്തിമരത്തിൻ്റെ ശാഖകളൊക്കെ ഒന്ന് ചലിക്കാൻ തുടങ്ങി, കാറ്റത്തൊന്നാടി. ആ സമയത്ത് പഴുത്ത പഴങ്ങളൊക്കെ പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന കൊമ്പിലുണ്ടായിരുന്ന പഴങ്ങളൊക്കെ പുഴയിലേക്ക് വീണു. പുഴയിൽ വീണ വഴിക്ക് പഴുത്ത അത്തിപ്പഴം ഇഷ്ടപ്പെടാത്ത ജീവികളാരും തന്നെ ഇല്ലല്ലോ. മത്സ്യങ്ങൾ, വലിയ വലിയ മത്സ്യങ്ങൾ, മുതലകൾ, ഇതൊക്കെ വന്നു. അക്കൂട്ടത്തിൽ മുതലകൾ ധാരാളം ഉണ്ട് ആ പുഴയിൽ. ആ പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ അക്കരയ്ക്ക് എത്തണമെങ്കിൽ ഈ പുഴ ഇറങ്ങിക്കടന്നാൽ ഒരു സംശയവുമില്ല മുതല പിടിച്ചത് തന്നെ.
അവിടെ സമർത്ഥനായൊരു മുതലയുണ്ടായിരുന്നു. അവിചാരിതമായിട്ട് ഈ ഗുളുഗുളു ശബ്ദം കേട്ടു. വെള്ളത്തിലേക്ക് ഗുളു 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 എന്ന അത്തിമരത്തിൻ്റെ അത്തിപ്പഴം വീഴുന്ന ശബ്ദം കേട്ടു. മുതല വന്ന് നോക്കിയപ്പോൾ നല്ല പഴം, നല്ല പഴുത്ത് രുചിയുള്ള പഴം തിന്നു നോക്കി. വയറ് നിറയെ തിന്നു. അപ്പോൾ ഈ ഇത് അത്തിമരമാണെന്നും ഇതിലെ പഴങ്ങൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണെന്നും മുതല മനസ്സിലാക്കി. കുരങ്ങനിൻ്റെ മുകളിലിരുന്ന് കാറ്റത്ത് വീണ ഈ അത്തിമരത്തിലെ പഴങ്ങളൊക്കെ തിന്നുന്ന ജലജീവികളെയൊക്കെ കണ്ടു. മുതലയെയും കണ്ടു. അങ്ങനെയായി പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ മുതല അവിടേക്ക് വന്നു. ഇന്നലെ ചെന്നപ്പോൾ കിട്ടിയതല്ലേ വയറ് നിറയെ അത്തിപ്പഴം, ഇന്നിപ്പോൾ വല്ലതും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ തിന്നാലോ എന്ന് കരുതിയ ചെന്ന്. മുതലയുടെ വരവ് കണ്ടപ്പോൾ ഈ വയസ്സായ കുരങ്ങൻ എന്തു വിചാരിച്ചു? പാവം, അതിന് വിശക്കുണ്ടാവും, ഒന്നും തിന്നാൻ കിട്ടി കാണില്ല. എന്നാൽ ശരി, 5-6 പഴങ്ങളങ്ങ് താഴെ ചാടിക്കാം എന്ന് കരുതി കുരങ്ങൻ ആ കൊമ്പിലേക്കൊക്കെ പോയിട്ട് ചെറിയ കൊമ്പുകൾ പതുക്കെ പിടിച്ച് കുലുക്കിയപ്പോൾ വെള്ളത്തിലേക്ക് ഗുളു 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 എന്നുള്ള ശബ്ദം വരുത്തിക്കൊണ്ട് അങ്ങോട്ട് വീണു അത്തിപ്പഴം. മുതല അത് ധാരാളമായിട്ട് തിന്ന് വയറ് നിറയ്ക്കുകയും ചെയ്തു. മുതലയ്ക്ക് സുഖമായി പിന്നീട് അങ്ങോട്ടുള്ള ഭക്ഷണം. എല്ലാ ദിവസവും മുതല വരും. ഈ കുരങ്ങൻ അമൃതിന് തുല്യമായ ഈ പഴങ്ങളാണ് 2 കൂട്ടുകാരുടെയും ഭക്ഷണം. ക്രമേണ അതെല്ലാം അങ്ങനെ ആ കുരങ്ങനും ആ മുതലയും തമ്മിൽ അങ്ങോട്ട് സൗഹൃദമായി. ഈ മുതലയുടെ പേര് ശിംശുമാരൻ എന്നായിരുന്നു. മുതലയുടെ ഭാര്യയാണ് ശിംശുമാരി. പിന്നീട് മുതല വീട്ടിലേക്ക് പോക്കില്ലാതാകട്ടായി. കാരണം നല്ല സുഖമായ ഭക്ഷണമല്ലേ ഇവിടെ. പുഴയിലിങ്ങനെ നീന്തി കളിച്ച് സുഖിച്ച് അല്ല വെയിലും കൊണ്ട് കരയിൽ കിടക്കണമെങ്കിൽ അതും ആവുക. ആരും ഇതിലെ വരവൊന്നുമില്ല. തനിക്ക് ഭക്ഷണം തേടി പോകേണ്ട ഒരു ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ചെല്ലുക, അത്തിപ്പഴം തിന്നുക. മുതലേക്ക് മരത്തിലേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ. കുരങ്ങനാണെങ്കിൽ മരത്തിൽ ഇരുന്നു കൊണ്ട് ഈ കാഴ്ച കാണുകയും ചെയ്യും. ശിംശുമാരി കുറേ നാളായി ഈ ഭർത്താവ് മുതല വീട്ടിൽ ചെന്നിട്ട്, കാലം കുറേയായി. അപ്പം എന്ത് ചെയ്തു? എന്താവോ വരാത്തെന്ന് വെച്ചു. 2-3 കൂട്ടുകാരൊത്ത് ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ കൂട്ടുകാർ നീന്തി പുഴയുടെ തീർത്തിരുന്നു. അതേ വെറുതെ ഒന്നുമല്ല ശിംശുമാരൻ വരാത്ത. അവിടെ ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഒരു പെൺകുരങ്ങ്. അത്ര സുന്ദരി പറ്റിയിരുന്നല്ല കേട്ടോ. എന്നാലും ഈ ശിംശുമാരൻ എന്ന മുതല ആ കുരങ്ങുമായിട്ട് ചങ്ങാത്തം കൂടിക്കൊണ്ടിരിക്കുക. അവർ തമ്മിലുള്ള കൂട്ടുകെട്ടങ്ങൾ വളർന്നില്ലേ, അതാ വീടും കുടുംബമൊന്നും നോക്കാത്ത എന്ന് പറഞ്ഞു. ശിംശുമാരിക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കുക വയ്യാണ്ടായി. ഇപ്പം എന്നെ കൊല്ലാനെന്താ, തന്നെ വഞ്ചിച്ച് ഇവനെ കൊല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും ചുറ്റും ധാരാളം പേര് ദേവന്മാരും ദേവീദേവന്മാരൊക്കെ വന്നു. ശിംശുമാരി ഇത്ര വിഷമിക്കൊന്നും വേണ്ട, ഇതൊരു സ്ഥിരമായ ഏർപ്പാടൊന്നും ആവില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പോകുന്നുള്ളൂ. കുറച്ച് ദിവസമൊക്കെ കാത്തിരുന്നിട്ടും വരുന്നില്ല. ഉടൻ തന്നെ ഈ ശിംശുമാരിക്കുണ്ടല്ലോ കൂട്ടുകാർ, അവർ ചിലർ വന്നിട്ട് ഇങ്ങനെ വിവരം കൊടുത്തു. ഒരു പെൺകുരങ്ങുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാട്ടോ തൻ്റെ ഭർത്താവ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. എന്ത് ശ്രദ്ധിക്കാൻ എന്നും പറഞ്ഞ് കരഞ്ഞു തള്ളി. എന്നിരുന്നാലും ഈ ശിംശുമാരി കൂട്ടുകാരോട് പറഞ്ഞു, നമുക്ക് അവനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരാൻ എന്താ വഴി ഒന്ന് ആലോചിക്കണല്ലോ. അങ്ങനെ ആലോചിച്ച് ഒരു സൂത്രം കണ്ടുപിടിച്ചു. അത്തവണ ഇന്ന് ഇവിടെ നിർത്തുകയാണ് ഈ കഥ. അപ്പോൾ കുരങ്ങനെ എങ്ങനെയെങ്കിലും ശിംശുമാരൻ്റെ വീട്ടിലെത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ അങ്ങ് തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ കഥയുടെ അടുത്ത എപ്പിസോഡ് അടുത്ത് തന്നെ ഉള്ള ദിവസങ്ങളിലുണ്ടാകും. ഈ ചാനൽ ഇത് നിങ്ങളുടെ സ്വന്തം മാലി ചേച്ചിയുടെ ചാനലാണ്. തൃക്കളത്തൂർ വാര്യം. അപ്പോൾ ഇതുവഴി ഇതിൻ്റെ 2ാം ഭാഗം അടുത്ത ദിവസം പറയാം. ശിംശുമാരനും കുരങ്ങും തമ്മിൽ സൗഹൃദമായിട്ട് അങ്ങനെ അത്തിപ്പഴവും തിന്നും ഇങ്ങനെ ജീവിക്കുകയാണ്. ശിംശുമാരിക്ക് നല്ല സംശയമുണ്ട് തൻ്റെ ഭർത്താവിന്. എപ്പോഴാണ് ആ കുരങ്ങൻ്റെ ആയിട്ടുള്ള ബന്ധം വിട്ടു പോരണേ, അതിനെന്താ വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണേ ശിംശുമാരി. അവിടെയാണ് കഥ നിൽക്കുന്നത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും
കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.